Environment versus development. The concept of environment has evolved or developed since it started to become a global issue in the early 1970s. The Earth's ecosystem are in fact fragile, and that human beings have been contributing much to its degradation. The social and economic welfare of human beings is closely linked to their environment. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1970കളിൽ തുടങ്ങിയാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ എൻവയോൺമെൻറ്റിൻ്റെ എന്താ പറയുക നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എൻവയോൺമെൻറ്റ്. അതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. ഇന്ന് നമ്മുടെ എർത്തിൻ്റെ എക്കോസിസ്റ്റം വളരെ ഫ്രാജൈലാണ്. അത് മാത്രമല്ല നമ്മൾ ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് ഈ ഡീഗ്രഡേഷൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ ക്ഷേമത്തിന് എൻവയോൺമെൻറ്റുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ഹോൾ റേഞ്ച് ഓഫ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ legislation including the Environment Protection Act, the Wildlife Protection Act, the Forest Conservation Act, and the Water and Air Pollution Act has come under fire possibly in the plea that they are major irritants in the path of India's industrial growth. The Land Acquisition Act, for instance, has been the cause for major worry for its right-based approach and might come for heavy pruning if not the acts under the new political dispensation. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ആക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പല എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, പുതിയതായിട്ട് വന്നിരിക്കുന്ന ലാൻഡ് അക്വിസിഷൻ ആക്ട് എന്ന് പറയുന്നത് കുറച്ച് ഒരു പ്രശ്നമാണെന്ന് പലരും പറയുന്നുണ്ട്. അതൊരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ആണെന്നൊക്കെയാണ് പലരും അവകാശപ്പെടുന്നത്. ദ ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓൺ ദ എൻവയോൺമെൻറ്റ്. ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഓർ projects can have negative or positive impacts on living environment after or during implementation of the development. For example, negative impacts. Programs, construction of transport infrastructure, great water dam cities, mining of natural resources of raw material and energy, etc. ഇപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സുകൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റും പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാവാം എൻവയോൺമെൻറ്റിൽ. അത് ചിലപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താവാം, അല്ലെങ്കിൽ അതിന് ശേഷമാവാം എന്താ പറയുക അത്തരം ഇമ്പാക്റ്റുകൾ ഉണ്ടാവുക. ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ വലിയ ഡാമുകൾ, സിറ്റികൾ, മൈനിങ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ചിലപ്പോൾ അത് എന്താ പറയുക എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കുക. പോസിറ്റീവ് ഇമ്പാക്ട്സ്. പ്രോഗ്രാംസ്, construction of smaller water dams, application of environment friendly technologies, etc. അതായത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്താ പറയുക ചെറിയ ചെറിയ വാട്ടർ ഡാംസ് കെട്ടാം. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് എക്കോ ഫ്രണ്ട്ലി, അതായത് ഹരിത എന്താ പറയുക നമ്മുടെ എൻവയോൺമെൻറ്റായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. എഫക്ട്സ്, ഇൻക്രീസ് ഇൻ ബയോഡൈവേഴ്സിറ്റി, enrichment of landscape by cultural features, sustainable exploitation of environment for present as well as future generations. ഇതിൻ്റെ എഫക്റ്റുകൾ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ എന്താ പറയുക ലാൻഡ്സ്കേപ്പ്, എൻറിച്ച്മെൻറ്റ് ഓഫ് ലാൻഡ്സ്കേപ്പ് ബൈ കൾച്ചറൽ ഫീച്ചേഴ്സ്. പിന്നെ നമ്മൾ എന്താ പറയുക ഒരു എൻവയോൺമെൻറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്നത്തെ പ്രസൻറ്റും നാളത്തെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കേണ്ടത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. ദ ഡിബേറ്റ് ഓവർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. എക്കണോമിക് ഗ്രോത്ത് ഹാസ് പ്രൊഡ്യൂസ്ഡ് മെനി ബെനിഫിറ്റ്സ്, റൈസിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ക്വാളിറ്റി ഓഫ് ലൈഫ് അക്രോസ് ദ വേൾഡ്. ബട്ട് ഇറ്റ് ഹാസ് ആൾസോ റിസൾട്ടഡ് ഇൻ ദ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ദ ഡിഗ്രഡേഷൻ ഓഫ് എക്കോസിസ്റ്റം. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ എക്കണോമിക് ഗ്രോത്തുകൾ ഈ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇമ്പ്രൂവ് ആയി, ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാം ഇമ്പ്രൂവ് ആയി. പക്ഷെ ഇതിൻ്റെ മറുവശത്ത് നമ്മുടെ എൻവയോൺമെൻറ്റിന് മോശമായ എന്താ പറയുക എഫക്ട്സാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസൊക്കെ എന്താ പറയുക പെട്ടെന്ന് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്കോസിസ്റ്റംസ് പലതും തകർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തകർന്നു. ഫോർ എക്സാമ്പിൾ, ദ Millennium Ecosystem Assessment 2003 found
that 15 out of the 24 ecosystem services it examined were being degraded or used unsustainably. അതായത് മിലേനിയൽ എക്കോസിസ്റ്റം അസസ്മെൻറ്റ് ഒരു എക്സാമിൻ ചെയ്തിരുന്നു. 24 എക്കോസിസ്റ്റംസ് അവർ എക്സാമിൻ ചെയ്തപ്പോൾ അതിൽ 15 എണ്ണവും എന്താ പറയുക ഡീഗ്രേഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം അൺസസ്റ്റൈനബിൾ ആണ്. അത് ചിലപ്പോൾ ഭാവിയിലേക്ക് അത് നല്ലതായിരിക്കില്ല. Therefore, many believe that the finite resources of the earth place limits on the extent to which economies can keep expanding in the long term. നമുക്ക് ലോങ് ടേമിൽ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ലോങ് ടേമിൽ നമുക്ക് എന്താ പറയുക സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബെറ്റർ വേസ് പലപ്പോഴും നമുക്ക് ആവശ്യം വേണ്ടി വരും. പോളിസി ഇംപ്ലിമെൻറ്റേഷൻസ് ആൻഡ് സജഷൻസ്. Maintaining balance between economic growth and environmental degradation is an uphill or difficult task. Therefore, government interventions are desirable. ഇനി നമുക്ക് എന്താ പറയുക എന്തൊക്കെ പോളിസീസ് അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കാമെന്ന് നോക്കുകയാണെങ്കിൽ എന്താ പറയുക ഇതൊരു ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അതായത് ഒരു ബാലൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്തും എൻവയോൺമെൻറ്റും തമ്മിലുള്ളത്. അതുകൊണ്ട് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടൽ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരും. Development of cleaner technologies and more efficient use of natural resources should be considered as a major key to reduce the environment impact of production and economic activity. അതായത് നമ്മൾ കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള ടെക്നോളജീസ്, മോർ എഫിഷ്യൻറ്റ് നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള എന്താ പറയുക മെത്തേഡ്സൊക്കെ നമ്മൾ എന്താ പറയുക പ്രൊഡക്ഷനും ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ എപ്പോഴും നല്ലത്. Improving the environment efficiency of production at the global level should occur through technology and knowledge transfer from developed economies. For example, in terms of more environmentally sustainable agricultural practices. അതൊരു ഗ്ലോബൽ ലെവലിൽ തന്നെ എന്താ പറയുക ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ എന്താ പറയുക കുറച്ചും കൂടി എൻവയോൺമെൻറ്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നന്നാവും. വളരെ ഹാംഫുള്ളായിട്ടുള്ള എന്താ പറയുക പെസ്റ്റിസൈഡ്സൊക്കെ ഉപയോഗിക്കുന്നത് പലപ്പോഴും നല്ലതല്ല. ടു റെഡ്യൂസ് ദ ഓൾഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് to replace the old infrastructures and reduce future risk from environmental change. Invest in new technologies and innovations is required. നമ്മൾ പണ്ടത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് മാറി അതൊരു എന്താ പറയുക പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. എൻവയോൺമെൻറ്റൽ ചേഞ്ചിനൊക്കെ ഇപ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എന്താ പറയുക പുതിയ ടെക്നോളജി, പുതിയ ഇന്നോവേഷൻസിൽ നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവണം. Industry should play a great role in reduction of the environment impact of production through great use of low carbon and renewable energy. അതായത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ഇൻഡസ്ട്രീസിനും വലിയൊരു പാർട്ട് ഇതിൽ പ്ലേ ചെയ്യാനുണ്ട്. അവരെന്താ പറയുക കാർബൺ എമിഷൻസൊക്കെ കുറയ്ക്കുക, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻവയോൺമെൻറ്റിനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. Generally, well coordinated efforts at international, regional and national levels are imperative or vital to check depletion of environmental resources and to ensure sustainable economic growth. Thank you.